ഹേ ഗൈസ്, ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അശ്വിൻ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അബുദാബിയിലേക്കാണ്. അബുദാബിയിൽ ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ കമ്പനി ഒരു സ്പോൺസറും കൂടിയാണ് ഈ ഇവൻറ്റിൻ്റെ. ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ ഇവൻ്റൊക്കെ പങ്കെടുക്കാൻ വേണ്ടി അബുദാബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ആ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നമ്മുടെ മാഡമൊക്കെ ഓൾറെഡി എത്തിച്ചേർന്നിട്ടുണ്ട്. വരുന്ന വഴി 2 ഡോക്ടേഴ്സും ഭയങ്കര സംസാരത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല കട്ട പോസ്റ്റായിരുന്നു, നല്ല ബോറടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ എല്ലാവരും ഓരോ പണിത്തിരക്കിൽ ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയാണ്. ഒരു പരിപാടിയും മര്യാദയ്ക്ക് സെറ്റായിട്ടില്ല. കാരണം എല്ലായിടയ്ക്കും അറ്റകുറ്റപ്പണികളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഏരിയയിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നാളെയാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. അപ്പോഴാണ് ക്യാമൽ റൈഡ് കാണുന്നത്. അതായത് നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി ഇവരൊരു പരേഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവരുടെ കോസ്റ്റ്യൂമാണെങ്കിലും ആ ഒട്ടകങ്ങളെ വരികയായിട്ട് നടക്കുന്നതൊക്കെ കാണാം. എന്നാൽ അവർ അടുത്തേക്ക് വരുമ്പോൾ കുറച്ച് പേടിയായി സത്യം പറഞ്ഞാൽ. അത്യാവശ്യം ഇവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ഇവിടെ ഇപ്പോൾ മെയിനായിട്ടുള്ളത് ഓരോ കമ്പനീസിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമാണ്. പുറത്തുനിന്ന് ഒരു ഗസ്റ്റും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ വരുന്ന ഓരോ കമ്പനീൻ്റെയും ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് ഒരു ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആഡ് ഓൺ ആയിട്ട് ഞങ്ങൾ പുതിയൊരു സർവീസും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എക്സോട്ടിക് മാനേജ്മെൻറ്റ്. ഹോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. കൂടാണ്ട് ഇവിടെയുള്ള കൂടുതൽ സപ്ലയറും ഈ ഹോഴ്സ് റിലേറ്റഡ് ആണ്. ഇവിടുന്ന് ഞങ്ങൾ ടാഗൊക്കെ വാങ്ങി നേരെ റൂമിലേക്ക് പോവാണ്. ഇവിടെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടാഗ് നിർബന്ധമാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും ടിക്കറ്റ് വാങ്ങണം. ഞങ്ങളിതൊക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്. ഈ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ കിച്ചൺ വരും, ഡൈനിങ് ഹാൾ വരും, പിന്നെ സെപ്പറേറ്റ് റൂംസ് വരും. അങ്ങനെയുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇത് യാസ് ഐലൻഡിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം ഈ ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം 30 മിനിറ്റ് റൈഡ് ഉണ്ട്. ഡെയിലി രാവിലെ പോയി വരണം. ഇതാണ് ഒരു റൂം ടൂർ എന്ന് പറയുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതിൻ്റെ നടുവിലൂടെ ഒരു കൊറിഡോറുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം. ഞാനും ബെസ്റ്റി ബായിയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 9 ദിവസം ഇവിടെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഡോക്ടർ റൂം. ഡോക്ടർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമാണ്, ബാത്ത് ടബൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ കൂടെയുള്ള മറ്റുള്ള ഫ്രണ്ട്സിൻ്റെയും കൂടെയുള്ള റൂമാണ്. ഇവർക്കും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂമുണ്ട്. ഒരു സ്റ്റാർ ഹോട്ടലിൽ കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റീസും ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ്. ഈവൻ ജിമ്മ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല വ്യൂ ആണ്. കാരണം അടുത്ത് തന്നെയാണ് അബുദാബി എയർപോർട്ട്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കാണാം. ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ തന്നെ വാട്ടർ എഡ്ജിൻ്റെ മറ്റു പല അപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ഇത് ഓരോ ബിൽഡിങ്ങിനും ഓരോ നമ്പറൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ നമ്പർ 10 ആണ്. ഇവിടെ നിന്ന് തന്നെ ഫെറാറി വേൾഡിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ നല്ല നൈറ്റ് ടൈമിൽ നല്ല കളറോടെ അടിപൊളിയായിട്ട് കാണാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു നെറ്റ്ഫ്ലിക്സൊക്കെ കണ്ട് നല്ല ചില്ലായിട്ടിരുന്നു. അങ്ങനെ പിറ്റേന്ന് മോർണിംഗ് തന്നെ ഈ വിമാനം പോകുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ എണീക്കുന്നത്. അവിടെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കർട്ടൻ പൊക്കി നോക്കുമ്പോൾ ഒരു കാഴ്ച അത് അതിമനോഹരമായിരുന്നു. നല്ലൊരു വ്യൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അഡ്നക്കിൻ്റെ പ്രോഗ്രാം സെൻറ്ററിലേക്ക് വന്നു. ഇവിടെയാണ് ഇവൻ്റ് നടക്കുന്നത്. ഫസ്റ്റ് ഡേ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾ കാണുന്നൊരു കാഴ്ച ഇതാണ്. അവരെന്ത് മനോഹരമായിട്ടാണോ ഈ ഹോഴ്സിനെ റൈഡ് ചെയ്യുന്നത്. ഇവരൊരു ട്രെയിനറാണെന്നാണ് തോന്നുന്നത്. വളരെ നല്ലൊരു കാഴ്ചയോടെയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങിയത്. അവിടെ ഇന്നത്തെ പരേഡിനായിട്ടുള്ള കുറേ ഹോഴ്സുകൾ അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ബൂത്തിൻ്റെ സൈഡിലേക്ക് വന്നു. വരുന്ന വഴി കുറേ ഫാൽക്കൺസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളാണ് ഇവിടെ വരുന്ന ആനിമൽസിൻ്റെയൊക്കെ വെറ്റ് ചെക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ വെറ്റും ടീമും എല്ലാം സെറ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് കുറേ ഡോഗ്സൊക്കെ വന്നു. ഞങ്ങൾ വാക്സിനേഷനും എല്ലാം ചെക്ക് ചെയ്തു. അപ്പോഴേക്കും ഒരു 11 മണിയായി. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ വന്നു. അവിടുന്ന് എല്ലാവരും ഓരോ കോഫിയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഒരു സ്നാക്കും കഴിച്ച് അങ്ങനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അപ്പോഴേക്കും ഓരോ പ്രോഗ്രാമായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് ഡോഗ്സിൻ്റെ അജിലിറ്റി ആക്ടിവിറ്റീസൊക്കെ ആയിരുന്നു. അവിടെ അബുദാബി പോലീസിൻ്റെ ഡോഗ്സ് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടാണ് എല്ലാ പ്രോഗ്രാംസും, കണ്ടിരിക്കാൻ തോന്നും. പക്ഷെ നമുക്ക് നമ്മുടെ ബൂത്തിൽ പല പല റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഞങ്ങളുടേതായ ഓരോ ആക്ടിവിറ്റീസിലേക്ക് പോയി. അതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതേപോലെ വന്ന് പ്രോഗ്രാംസൊക്കെ കാണും. ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ സോങ് ആണ്. മുൻപ് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ അവർ പാട്ടൊക്കെ പാടി ചെറുതായി ഡാൻസൊക്കെ ചെയ്ത് നല്ല രസമാണ് കണ്ടിരിക്കാൻ.
അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നത് ഈ ഹണ്ടിങ് സെക്ഷനിലേക്കാണ്. ഇവിടെ കയറണമെങ്കിൽ ഒരുപാട് സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഗൺസാണ്. പല ടൈപ്പ് ഗൺ. ഇതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ നമുക്ക് ഈവൻ അതൊക്കെ എടുത്ത് നോക്കുകയും ടച്ച് ചെയ്യുകയും എല്ലാം ചെയ്യാം. ആവശ്യക്കാർക്ക് സിമ്പിളായിട്ട് ഇത് വാങ്ങാനും പറ്റും. അബുദാബി പോലീസിൻ്റെ ഒരു കൗണ്ടറും ഇവിടെയുണ്ട്. അവിടെ പോയിട്ട് ലൈസൻസിനൊക്കെ അപ്ലൈ ചെയ്ത് അവർ പെട്ടെന്ന് തന്നെ എല്ലാം പ്രൊസീഡ് ചെയ്ത് തരും. അങ്ങനെ ഞാൻ ഓരോ ഗണ്ണായിട്ട് ഇങ്ങനെ നോക്കി വന്നു. നമ്മുടെ ഈ PUBG ഗെയിമിലാണ് ഞാൻ ഇത്രയധികം ഗണ്ണ് കണ്ടത്. ഇപ്പോൾ റിയലായിട്ട് ഓരോ ഗണ്ണും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ബുള്ളറ്റ് ഇടാൻ പറ്റില്ല, പക്ഷേ എങ്കിൽ നമുക്ക് മറ്റിച്ചായി ടച്ച് ചെയ്ത് ഓരോ ഗണ്ണും അതിൻ്റെ വെയിറ്റൊക്കെ മനസ്സിലാക്കി അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതൊരു പ്രത്യേക അനുഭവമാണ്. ഇവിടെ ഓരോരുത്തരായിട്ട് ഹണ്ട് ചെയ്ത ഓരോ മാനിൻ്റെയൊക്കെ കൊമ്പ് കൊണ്ട് പല തരത്തിലുള്ള ഓരോ സാധനങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഒറിജിനൽ കൊമ്പാണ് ഇതൊക്കെ. അങ്ങനെ പല ടൈപ്പിലുള്ള പിസ്റ്റളും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണാം. ആവശ്യക്കാർക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ നൈറ്റ് വിഷനൊക്കെ ഉള്ള പോലത്തെ സംഭവമാണ്. പിന്നെ ഇത് സ്കോപ്പാണ്. ദൂരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ. ഇതൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളും ചുമ്മാ ഇതൊക്കെ എടുത്ത് നോക്കി. സത്യം പറഞ്ഞാൽ അതിലൂടെ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ലെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു. പിന്നെ കുറേ ഡബിൾ ബാരൽ പോലത്തെ ഗണ്ണൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ നാട്ടിൽ ചന്തയിലൊക്കെ ചെറിയ മറ്റേ കളിത്തോക്കുകളൊക്കെ കണ്ടിട്ടുള്ളൂ. ഒറിജിനലായിട്ട് ഇത്രയും ഗണ്ണുകൾ കാണുമ്പോൾ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഓരോ ഗണ്ണും എടുത്ത് നോക്കാം. ഓരോ ഗണ്ണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതേപോലുള്ള ഓരോ ഗണ്ണുകളൊക്കെ എടുത്ത് അത് നമുക്ക് ലോഡ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു. ഒരു പ്രത്യേക വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ബുള്ളറ്റ് ഇടാതെ തന്നെ ഇതുപോലുള്ള ഗണ്ണുകൾ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. അങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു. അത്യാവശ്യം ഒരുപാട് പേര് ഓൾറെഡി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ. ഇന്ന് മെയിനായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം ഡോഗ് ഷോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഡോഗ്സിനെ കൊണ്ടുവന്ന് അതിൻ്റേതായ രീതിയിൽ അതിനെ ഒന്ന് മോടി പിടിപ്പിച്ച് ആ ഷോന് പങ്കെടുപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാണ്. അങ്ങനെ ഓരോ പ്രോഗ്രാമായിട്ട് നടന്നുകൊണ്ടിരുന്നു. ഞങ്ങളതിനിടയ്ക്ക് ഈ പ്രോഗ്രാംസ് കാണുകയും പാരലായിട്ട് ഞങ്ങളുടെ വർക്കും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് റൂമിലെത്തിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ജിമ്മിലേക്കും കൂടി കയറി. അത്യാവശ്യം നല്ല എക്യുപ്മെൻറ്റ്സൊക്കെ ഉള്ള ഒരു അടിപൊളി ജിമ്മായിരുന്നു. അത് കഴിഞ്ഞ് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ വീണ്ടും ഞങ്ങൾ വർക്കിനായി തിരിച്ചു വന്നു. പുറത്തുനിന്ന് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഒരു വ്യൂ ആണിത്. രാവിലെ ഒരു പീക്ക് ടൈമായിട്ട് പോലും അബുദാബി ഈ റോഡുകളിൽ പ്രത്യേകിച്ച് ട്രാഫിക്കൊന്നും എനിക്ക് കണ്ടില്ല. ഈ കാണുന്ന ബ്രിഡ്ജിന് ഒരു പ്രത്യേകതയുണ്ട്. ലേ ഡൗൺ ഒരു ഡിസൈനാണ് ഈ ബ്രിഡ്ജിൻ്റേത്. കൂടെയുള്ളവർ പറഞ്ഞാണ്, എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. പോകുന്ന വഴി നല്ല കാഴ്ചകളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഫ്രീ കോഫി കിട്ടും. ഇവിടെ നമുക്ക് പല ടൈപ്പ് ഫ്രീ കോഫി കിട്ടും. ഇഷ്ടമുള്ള ഏത് കോഫി ആണെങ്കിലും പറയാം. ഇന്നലെ രാവിലെ ഹോഴ്സ് റൈഡിങ് ആണെങ്കിൽ ഇന്ന് ഇവിടെ ഒരു ബാൻഡ് മേളായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ട് ഞങ്ങൾ പിന്നെയും കറങ്ങാൻ തുടങ്ങി. ഇന്ന് പോയത് ഒരു ടെൻ്റൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലത്താണ്. അതായത് വണ്ടികളിൽ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത സ്ഥലം. അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ ട്രിപ്പൊക്കെ പോകുന്നവർക്ക് വളരെ ഉപകാരപ്പെടും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് കാണുന്നു. ഇത് കണ്ടാലും തീരൂല, അത്രയും വലിയ പ്ലേസാണ്. നമ്മൾ ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയൂലേ, അതാണ് അവസ്ഥ. കാരണം എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇത് ഫിഷിംഗ് റോഡിൻ്റെ ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ആ ടെൻറ്റിൻ്റെ സ്ഥലത്തേക്ക് തന്നെ വന്നു. കണ്ടോ, ബെഡൊക്കെ ഈ ഒരു കാറിൻ്റെ ഉള്ളിൽ കസ്റ്റമൈസ് ചെയ്തതാണ്. ഈവൻ ബാത്റൂം അടക്കം ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം, പിന്നെ കിച്ചൺ ഫെസിലിറ്റി എല്ലാം നമ്മൾ പറയുന്നതനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. ഇതൊക്കെ ജസ്റ്റ് ഒരു ഡെമോ മാത്രമാണ്. അവർ നമ്മുടെ വണ്ടിക്കനുസരിച്ച് അത് സെറ്റ് ചെയ്ത് തരും. ഇതൊരു കണ്ടില്ലേ, ഒരു വലിയ വണ്ടീനെ തൊട്ടടുത്ത ആൾ നിൽക്കുമ്പോൾ എത്രയാണ് സൈസ്, ആ ടയറിൻ്റെ സൈസ് മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടിയൊക്കെ ആയിട്ടുള്ള പല തരത്തിലുള്ള പല മോഡലുള്ള സ്കൂട്ടേഴ്സ്, അത് ഇത്, പിന്നെ ഇതേപോലുള്ള കുറേ ഡ്രോയിങ്സും കൂടെ ഉണ്ട്. അവിടെ ലൈവായിട്ട് ഡ്രോയിങ്സ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാനൊക്കെ പറ്റും. അത്യാവശ്യം നമുക്ക് കണ്ടാലും തീരാത്ത അത്രയും ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു നല്ലൊരു കലാകാരൻ എന്തോ ഒരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഗിറ്റാറൊക്കെ പോലെ. എന്ത് രസമാണെന്നോ അത് കേട്ടിരിക്കുക, നല്ല രസമാണ്. അത് മൊത്തത്തിലൊരു ആംബിയൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ടോപ്പ് നോച്ചാണ്. ഇത് കുട്ടികൾക്ക് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നേരം ഗെയിമിങ് കളിക്കാം. അതും VR ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്
അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസും കൂടിയാണ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. ഇവിടെയുള്ള ലോക്കൽസിന് ഫാൽക്കൺ എന്ന് പറയുന്നത് അവരുടെ പ്രൗഢീൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ഫാൽക്കൺസും നല്ലപോലെ ചിലവായിട്ടുണ്ട്, ഇവിടെ വിറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്തു. കുറേ നേരം സമയം സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു. ഫ്രണ്ട്സൊക്കെ എത്തി കുറേ കാലത്തിന് ശേഷമാണ് നാട്ടിൽ കുളത്തിലൊക്കെ പോയ ഒരു ഫീലായിരുന്നു. കാരണം ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ട് നീന്തുകയും കഥ പറയുകയും നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ തന്നെ കുളി കഴിഞ്ഞിട്ട്, കാരണം ഇത് ക്ലോറിൻ വെള്ളമാണല്ലോ, അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും കുളിക്കാനുള്ളൊരു സൗകര്യവും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. റൂമിൽ വന്നതിന് ശേഷം ഫുള്ള് പാട്ടായി, ഡാൻസായി, നല്ല രസമായിരുന്നു. ഒരു നല്ല വൈബുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ എൻജോയ് ചെയ്ത് ഇന്നത്തെ രാത്രി അങ്ങ് തീർത്തു. പിറ്റേന്ന് വീണ്ടും ഞങ്ങൾ പോവുകയാണ് എക്സിബിഷനിലേക്ക്. അങ്ങനെ പിറ്റേന്ന് വന്നപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മാർച്ചാണ്. അത് ലോക്കൽസിൻ്റെ എന്തോ ട്രഡീഷണൽ എന്തോ സംഭവമാണെന്നാണ് തോന്നുന്നത്. കാണാനൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങളിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പ്രോഗ്രാംസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ വീണ്ടും ഈ ഹോഴ്സിൻ്റെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ആയിരുന്നു. നല്ല രസമായിരുന്നു. ആ ഹോഴ്സ് നടക്കുന്നത് കാണാൻ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് നടക്കുന്നതാണെങ്കിലും ഓടുന്നതാണെങ്കിലും ഒരു പ്രത്യേകത രീതിയിലാണ്. പിന്നെ ഈ നമ്മൾ നോർമലി കാണുന്ന ഹോഴ്സൊന്നുമല്ല, അതിൻ്റെ ഹെയർ ആണെങ്കിലും മൊത്തത്തിലൊരു വെറൈറ്റി ആയിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഹലുവയാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ മധുരമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അല്ലൈനിലേക്ക് പോവുകയാണ്. വളരെ നല്ല രീതിയിൽ ഞങ്ങളിവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുറച്ച് ദിവസമാണെങ്കിൽ കുറച്ച് ദിവസം അടിപൊളിയായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.